4.25 കൊല്ലം ഇവർ ജനങ്ങളെ കബളിപ്പിച്ചൊരു ചില്ലിക്കാശ് കൂട്ടിയോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. ഇപ്പൊ അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്. അവരെന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് എല്ലാവരെയും ചീത്ത വിളിക്കുന്ന മണിസഖാവ് പറഞ്ഞു, കൊള്ളരുതാത്തവന്മാർ നമ്മുടെ കാശും മേടിച്ച് പുട്ടടിച്ച് അവർക്ക് പോയി വോട്ട് ചെയ്തെന്ന്. എന്റെ മണിസഖാവേ, അവർക്ക് കൊള്ളരുതാത്തവരല്ലവർ, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം ഈ 2 മാസമേയാണ് ഈ 5 കൊല്ലത്തെ പെൻഷൻ. ആകെ 2 മാസമേ LDF കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഇതെന്ത് പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഞങ്ങൾ പയ്യന്നൂരിൽ ചെന്നപ്പോൾ രക്തസാക്ഷി വിവാദം. CPM-ന് ഇപ്പോ രക്തസാക്ഷികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ. പിന്നെ പിരിവ് തുടങ്ങാൻ അവന്റെ കുടുംബത്തിന് വല്ലതും കൊടുത്ത് ബാക്കിയുമാരെ അടിച്ചു മാറ്റുക. അത് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞികൃഷ്ണൻ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ 3 നേതാക്കന്മാർ, CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാം. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ പോയവർക്കറിയാം, ശബരിമലയിൽ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള അതിമനോഹരമായ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം, അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കള്ള മുതലാണെങ്കിൽ അയാൾ കോടികൾ കൊടുത്തത് മേടിക്കോ? അയാളെയും പറ്റിച്ചു. കോടതി പറഞ്ഞത് 2019 മുതൽ ഇവർ ഈ കളവ് തുടങ്ങി. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? കട്ട കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കാക്കും. അത് തന്നെ 2024 കോടതി പറയാണ്, ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായ ഒരു അടിയന്തര അവസ്ഥ ഉണ്ടാക്കി, വീണ്ടും ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോകും. എന്നിട്ട് പോറ്റിക്ക് തന്നെ കൊടുക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഴുതി വെക്കുക, ഇവന്മാര് ജയിലിൽ കിടക്കും. അവർക്കെതിരായിട്ട് അച്ചടക്ക നടപടിയില്ല. ഇത് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരായ അച്ചടക്ക നടപടി എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോ. നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം ഇവരെ താഴെ ഇറക്കണമെന്ന് അവർക്ക്. കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട, അല്ലേ? മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 അയ്യോ വേണ്ട. ഇപ്പൊ നടൻ പ്രേംകുമാർ എന്താ പറയുന്നത്? സാംസ്കാരിക ലോകം മുഴുവൻ മാറി. ഇവന്മാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ പടത്തേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള പടമായിരുന്നു പിണറായി വിജയന്റെ വെച്ചിരുന്നത്. എല്ലായിടത്തും ഫ്ലെക്സിൽ വെച്ചിരുന്നത്. പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ഇപ്പൊ മനസ്സിലായല്ലോ, അതിലും അടിച്ചുമാറ്റലായിരുന്നു.